സിനി സിനി ഓ ഇവിടെ എന്താ പരിപാടി? ബലൂണൊക്കെ ആയിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ആരെ ബർത്ത്ഡേ? ഫംഗ്ഷൻ ആയിട്ടൊന്നുമില്ലേ, നമ്മള് വീട്ടിലുള്ളത് മാത്രം കുഞ്ഞൊരാഘോഷം. അങ്ങനെ ആരാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഈ വീട് വല്ല പരിചയമുണ്ടോ? വീട് എപ്പോഴെങ്കിലും കണ്ട്? ആരെ ബർത്ത്ഡേ? നമ്മളെ പൊടിമോള് മോന്റെ രണ്ടാമത്തെ മോളാണ്. അപ്പൊ ദുവാളി. ഈ ദുവാളി എന്നൊന്നും പറഞ്ഞോളല്ലേ, കൊച്ചിന് നല്ലൊരു പേരുണ്ട് ധ്രുവ. എന്നെ വിളിച്ച് ഈ വാളി പേരാക്കി. പറഞ്ഞില്ല. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേക്കാരന്റെ ആയിരുന്നു ഫംഗ്ഷൻ നടക്കാൻ പോണേ. അപ്പൊ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. എല്ലാരും ഉണ്ട്, ഇഷ്ടം പോലെ ബലൂണൊക്കെ കാണിച്ചു. കൊച്ചുങ്ങളെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അമ്മയുണ്ട്, അമ്മയൊക്കെ വന്നു, എല്ലാരും ഉണ്ട്. ഇനി ഞാൻ നമ്മുടെ ഇവിടുത്തെ പ്രധാന കഥാനായികയെ കാണിച്ചതാ. എന്താ പരിപാടി ഇവിടെ? ഇറച്ചി. അത് മാത്രല്ല പായസം ഉണ്ട്. പായസവും വെക്കുന്നു. അമ്മ ഇന്നലെ ഇവിടെ മോളെ വീട്ടിൽ ഷിഫ്റ്റ് ആയി കേട്ടോ. ഇന്നലെ തന്നെ അമ്മേനെ ഇവിടെ കൊണ്ട് തള്ളിയച്ചേ. ഞങ്ങളൊന്ന് രാവിലെ കേട്ടോ വന്നത്. എന്തിനാണ് ഉണ്ടാക്കിയത്? ജോലിയായി. അപ്പൊ അമ്മ നേരത്തെ നിന്ന് അവൾക്ക് കൈ സഹായം ആയിക്കോട്ടെ എന്ന് കരുതി അമ്മ നേരത്തെ നിന്ന്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ മക്കളെ വരുത്തി. അല്ല അമ്മ. പിന്നെ നമ്മള് കുളിച്ചില്ല. നമ്മളവിടെ വെള്ളം കുറവാ. അപ്പൊ ഇവിടുന്ന് ഞാനേ കുളിക്കാം. ഞാൻ കുളിക്കാൻ വേണ്ടി വന്ന ഇവിടെ. ഉപ്പിട്ടാണ്. ഞാൻ ഇവിടെ വന്നതേ കുളിക്കാൻ വേണ്ടിയാ. എന്നിട്ട് കേക്ക് തിന്നണം പോണോ. അപ്പൊ അമ്മ ഭയങ്കര തിരക്കിലാണ്. അമ്മ ഇറച്ചി വെക്കാണ്. നല്ല രീതിയിൽ ഞാൻ ഇറച്ചി വെച്ച് എല്ലാവർക്കും കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറച്ചി വെക്കണമെങ്കിൽ എന്റെ വീട്ടിൽ ബന്ധപ്പെട്ടാൽ മതി. എത്ര കിലോ ഇറച്ചിയാണ് വെക്കുന്ന? 7 കിലോ. 7 കിലോ ഇറച്ചി. 7 കിലോയാ? ചുമ്മാ തന്നെ 2 കോഴിക്ക് 7 കിലോ ഉണ്ടാ? ഇവിടെ ആകെ 4-5 പേരുണ്ട്. ഫ്രിഡ്ജ് വെച്ച് ഒരാഴ്ച കഴിക്കും. മലയാളികളുടെ ദാരിദ്ര്യ സ്വഭാവം. ഫ്രിഡ്ജ് വെച്ച് ഒരാഴ്ചക്ക് ഇരിക്കുമോ? അയ്യോ തള്ളിയൊക്കെ പോണ്. പിടിച്ചോ പിടിച്ചോ. ഉണ്ട്. അമ്മ എല്ലാം പുരട്ടിയൊക്കെ തകർക്കാണ്. പിന്നെ പായസം വയ്ക്കുവോ? എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കറികൾ ഞാൻ വെച്ച് തരും. എനിക്കൊരു ഹോട്ടൽ തുടങ്ങാം അമ്മക്ക്. ഹോട്ടലല്ല, ഞാൻ അവർക്ക് ബിരിയാണി വെച്ച് കൊടുത്തതാ. പായസം ആര് വയ്ക്കുന്ന? പായസം ഞാൻ തന്നെ നല്ല ആരും ഇരിക്കുന്ന. ഇവിടുത്തെ പ്രധാന ഷെഫ് ഇവിടെ ഉള്ളപ്പോ പിന്നെ ആര് വേണം? ആരെ വീടാണെന്ന് നീ പറഞ്ഞ? ആരോടമ്മ? അമ്മ ഇത് ആരോടമ്മ? എല്ലാരെയും വീട് തന്നെ, ആരെയും ഒന്നുമില്ല. നമ്മളെ വീട് തന്നെയല്ലേ? നമ്മളെ വീട് തന്നെയല്ലേ. നമ്മളെ മോളെ വീടാണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ താമസിക്കാം അല്ലേ? ഇവിടെ എവിടെയമ്മ? വെളിയിൽ വെളിയിൽ കറണ്ട് കണ്ട അത് ഇത്രയും കണ്ടിരിക്കും. ഇതിലേതമ്മ കറണ്ടി? ഇതല്ല വലുത്. ഞാൻ പൊടിച്ചു തരാം സോമ. ഇതാണോ? തിരക്കാണ്. ഇതെന്തര് ഇവിടെ ഇരിക്കട്ടല്ലേ? എനിക്കിരിക്കും, ഞാൻ പൊടിച്ചു തരാം. പിടി പിടി. നെയ്യ് പൊട്ടിക്കാൻ പോണ അമ്മ. നെയ്യ് പൊട്ടിച്ചൊഴിച്ചാ? കാറ്റ് പോയല്ലേ എന്റെ. ഇറച്ചിയും പായസം ഒരു സ്റ്റൗവില്. സിനി എന്തൊരു ബൂസ്റ്റ് എടുക്കാൻ വന്നേ? സിനി അത് ഹോർലിക്സ്. ഹോർലിക്സ് ആയിരുന്നല്ലേ?
നീ ഹോർലിക്സ് എടുക്കാൻ വന്നേടാ? അല്ല ഞാനേ ഇതെടുക്കാൻ വന്ന കുരുമുളക് പൊടി. കുരുമുളക് പൊടിയില്ല മോളെ. പൊടി തീർന്നല്ലേ? നല്ലത് പൊടിക്കും. ഇവിടെ ഒരു പായസം റെസിപ്പി തന്നെ ഇനി അമ്മ കാണിച്ചു തരും. സിനി നീ എപ്പം വന്ന? ഞാൻ രാവിലെ വന്നു. അമ്മ എപ്പം വന്ന? അമ്മ ഇന്നലെ ഇവിടെ 4 പേരും രാവിലെ വന്നിട്ട് മോളെ പെട്ടെന്ന് അവിടെ ശരിക്കും വെള്ളമുണ്ട്. നമുക്ക് ഇവിടുന്ന് കുളിച്ച് നനച്ച് കഴുകിയിട്ട് വീട്ടിലുള്ളതില്ലേ വെള്ളം 5 ദിവസമായി വന്നിട്ട്. വീട്ടില് നമ്മുടെ വീട്ടിലെ അവസ്ഥ മാത്രമല്ല, നമ്മുടെ അവിടെ ഏരിയയിൽ എല്ലാവർക്കും ഉള്ളൊരവസ്ഥയാണ്. റോഡ് കണക്ഷൻ, അതെ, റോഡ് കണക്ഷൻ 5 ദിവസമായി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങളൊക്കെ. ഇതിന് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം നാളെ വരും സിനി. വെള്ളം വരുമായിരിക്കും. ചെവിയിലെ ഐസ് ഇട്ട എന്തിനാ ഐസ് ഇട്ടേക്കുന്ന? ഇടിച്ചാ പോവോളാ? നിക്ക് പിന്നെ എടുത്തു തരാം. ഞാൻ പോയിട്ടെ കുളിച്ചിട്ട് വരാം. പാല് ഞാൻ സെറ്റാക്കി തരാം. ഭയങ്കര തിരക്കിലാണ് ഇവിടെ. ഭയങ്കര തിരക്ക്. പായസം, ഒരു കയ്യില് പായസം, മറ്റേ കയ്യില് ഇറച്ചി, അങ്ങനെ 2 കയ്യിലായിട്ട് ഇങ്ങനെ വേവിക്കുവാണ് അല്ലേ? അയ്യോ, കുരുമുളക് പൊടിച്ചില്ല. പാൽ എവിടെ വെച്ചു? ഫ്രിഡ്ജ് ഇല്ലാമ. കണ്ടമ്മ. പിന്നെ വേറൊരു കട്ടിയിൽ വീണ്ടും മോപ്പിക്കാൻ ഇതാണ് മൂപ്പിച്ച് വെച്ചാലുള്ള പക്ഷെ അത് കഴിഞ്ഞിട്ട് വരെ കൊണ്ടു പോകും. പിന്നെ പായസത്തിൽ ഇതില്ലേ? അടുത്ത ആള് വരുന്നത് പായസത്തിൽ ഇടാനേ ഉള്ളല്ലേ? അമ്മക്കേ പാല്. അമ്മ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഇടത്തില്ലേ? പശുപാലിനാണോ അല്ലേ? അപ്പൊ പശുപാലിനാണ് പായസം ഉണ്ടാക്കുന്നത്. ഏതൊക്കെ പായസം? പശുപാലി അല്ലാത്ത എത്ര വെള്ളം ചേർക്കണം അമ്മ? എത്ര വെള്ളം ചേർക്കണം? 2 6 മാസം കഴിച്ചൊന്നുമില്ല. അത് മൂക്കയൊക്കെ ചെയ്തു. പിന്നെ ഈ സാധനങ്ങൾ എടുത്ത് കണക്കിന് തരണം. നമ്മൾ എവിടെയും പോയി തപ്പിപ്പിടിച്ചൊക്കെ എടുക്കുമ്പോഴേ എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. അവളെന്നെ നാണം കെടുത്താൻ വേണ്ടിട്ട് മനഃപൂർവ്വം പറഞ്ഞു പായസം വെച്ചിരുമ്പോ കാണിച്ചു തരാം. അങ്ങോട്ടാണോ? വേറെ വഴി എടുത്ത് പഠിക്കും. ഒരുപാട് ഈ വേറെ കവർ പാലല്ലാതെ പാല് പിടിച്ചെന്നല്ലേ മെയിൻ പാചകക്കാരി ഒന്നും ഒരാളുമായിട്ട് അടി കൂടാ പോയാ അവന്റെ അമ്മേന്റെ ചെടി പോയാ? എന്തോ കുരുമുളക് പൊടിക്കുന്നതിന്റെ സൗണ്ട്. കുരുമുളക് പൊടിച്ച് നന്ദോന്ന് കേട്ടത്. അനുവിന്റെ അമ്മേന് പോയാ? എവിടെ ഇരിക്കുന്നു? ഒരാൾ കരിഞ്ഞ പായസം എന്ന് പറഞ്ഞു നോക്കിയേ.
അടിപൊളി പായസം അല്ലേ? പായസം കരിഞ്ഞ എവിടെയെങ്കിലും ഇല്ല, കരിഞ്ഞു വന്നിട്ട്. ഇറച്ചി എന്തായി? ഇറച്ചി എന്തിലടെ ചെറിയ പാത്രമായി തുറന്നു നോക്കട്ടെ. 7 കിലോ ഒക്കെ ചെറിയൊരു പാത്രം. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരും. കാരണം ഇത് പുതിയ വീടാ. പാല് വെച്ചപ്പോ അവർക്ക് ഇത്രയും ഒരുപാട് പാത്രമൊന്നും വാങ്ങിയിട്ടില്ല. 3 കിലോ ഇറച്ചി വെക്കാനുള്ള പാത്രത്തിൽ 7 കിലോ ഇറച്ചിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ അടുത്ത പാത്രം കൊണ്ടുവരുമ്പോ നമ്മള് അരപ്പുമൊക്കെ ചേർത്ത് ഫ്രൈ ആക്കി മാറ്റും. കൊച്ചിന് പായസം. കൊച്ചിന് പായസം പാത്രം എടുത്തോളാം. അല്ലെങ്കിൽ മക്കള് കുടിച്ച പാത്രം. കേക്ക് എപ്പം മുറിയും? കേക്ക് 5 മണി കഴിയോ തോന്നുന്നു. 5 മണിയാ? അറിഞ്ഞൂടെ സമാധാനം. കഷ്ടം, അതിന് കുളിച്ചോളാൻ വയ്യായിരുന്നു. കൊച്ചിന്റെ എല്ലാരും 2 ദിവസം വെള്ളം വരാതിരുന്നപ്പോ ബുദ്ധിമുട്ട് വെള്ളത്തിന്റെ അത്ര പാട്. പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയല്ലേ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇതൊക്കെ പണിഞ്ഞൂടെ? ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ അടച്ചൊക്കെ ഇടും. എന്നാൽ ഇത്രയും സാഹചര്യം ഉണ്ടോ? പക്ഷെ മാസം ഈ സാഹചര്യം ഇങ്ങനെ വരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. മാസം ചൂട് കൂടുതൽ വെള്ളം അതിനും വേണ്ടി കിടന്നു. പൈപ്പ് വർക്ക് നടക്കുക. എന്തരി മോനെ എന്നില്ലേ പായസാവും? അയ്യോ ഇവരൊക്കെ 2 പേർക്കും കൊടുക്കാൻ പാത്രം കേട്ടാടി. പാത്രം എടു. ഗ്ലാസ് ഒഴിച്ചാൽ ചൂടാണ്ട് ആ പ്ലേറ്റിന് എടുത്തേ. ആ പ്ലേറ്റ് ഒഴിച്ച് തണുപ്പിച്ചിട്ട് കൊച്ചു പാത്രത്തിൽ കൊടുക്കാം. നാട്ടെ ആ പ്ലേറ്റ് ഇട്. അതെങ്ങനെ പിടിക്കും? ആ പ്ലേറ്റിന് എടുത്ത് അരി ഒഴിച്ച് തണുപ്പിച്ചിട്ട് എന്നിട്ട് ഗ്ലാസ് ഒഴിച്ചാൽ കൊടുക്കാൻ. പിന്നെന്തോത്തി തരണം? പാത്രത്തിൽ തന്നെ തരുന്ന. നീ ബർത്ത്ഡേക്കാരൻ കേക്ക് മുറിക്കണ്ടേ? ഒരു കൊടുക്കും. ചൂടല്ലേ ആദ്യം ഒഴിച്ചു കൊടുക്കും. ഞാൻ ആരടി സിനിയേ കൊച്ചിനെടുക്കണോ നീ കുടിക്കണോ? അല്ല കൊച്ചിനെടുക്കണോ നീ കുടിക്കണോ? ചൂടണ്ടാ മോനെ? ചൂടണ്ടാ? പായസത്തിന് ചൂടണ്ടാ? രുചിയണ്ടാ? അങ്ങനെ ഏകദേശം രാത്രിയൊക്കെ ആയപ്പോ കേക്ക് മുറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബർത്ത്ഡേ ആയി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇടിയോട് കൂടിയ മഴയുള്ളതിനാൽ കറണ്ട് പോവും വരും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ധ്രുവ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ ഒന്ന് അമ്മമ്മ മുറിക്കാൻ മോനെ. ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊടിയും ചേർക്കാൻ അച്ഛൻ്റെ ആയി കൂടെ ആക്കട്ടെ. അച്ഛനോട് മോനോട് ഇങ്ങനെ വെട്ടി കൊടുക്കാൻ. അയ്യോ പേപ്പർ കേക്കിലോട്ട് അടിക്കല്ലേ. ഇനി പൊട്ടിച്ച അറിയാൻ പറ്റുള്ളൂടാ. ഇരുട്ടടാ. എന്നാ പൊട്ടിക്കണ്ട. അതല്ല ലൈറ്റ് ഇല്ലാത്തോണ്ട് വെട്ടം ഇല്ലാത്തോണ്ട് തിളക്കം അറിയാൻ പറ്റത്തില്ല.
ഇപ്പൊ എന്റെ മൊബൈൽ ഞാൻ മുറിക്കട്ടെ ശരി എന്നാ മോളെ മക്കൾക്ക് മുറിച്ചു കൊറിയടേ. ഞാൻ മുറിച്ചല്ലേ അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ആ രാത്രിയായി പോയി കേക്ക് മുറിയൊക്കെ പെരുമഴയും കറണ്ടും അതാ പടക്കം പൊട്ടിച്ചില്ല. എല്ലാം കഴിഞ്ഞു. പടക്കം പൊട്ടിക്കാൻ പറ്റിയില്ല. ഇനി ആ കേക്കിനകത്ത് ഉണട്ട് പിന്നെ തിന്നാക്കാതെ കറണ്ട് വരുന്നത് ഒരു ടെൻഷനിലായി പോയി. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ. അങ്ങനെ കേക്ക് മുറി ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം. മഴയും അല്ലേ? മഴയും പേമാരിയും ഇടിയും മിന്നലും കറണ്ടും കാന ആ കാന 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 ഇനി നമുക്ക് കാനേ ടൈമാണ്. കാനയുടെ വീഡിയോ